എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. മരിയ വാർത്തകൾ. 20 ദിനങ്ങൾ പിന്നിട്ട ആശാ സമരത്തിന് ഐക്യദാർഢ്യവുമായി മഞ്ഞപ്രയിൽ പ്രതിഷേധ സമരജ്വാല നടത്തി. മഞ്ഞപ്ര തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ പോരാട്ടവീര്യം ചോരാതെ നടത്തിവരുന്ന ആശാ വർക്കർമാരുടെ ആശാ സമരത്തിന് ഐക്യദാർഢ്യമായി മഞ്ഞപ്രയിൽ പ്രതിഷേധ സമരജ്വാല നടത്തി. മഞ്ഞപ്ര വടക്കുംഭാഗം ജംഗ്ഷനിൽ INTUC-I മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ജ്വാല സമരം INTUC-I റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തിലധികമായി ആശാ വർക്കർമാരായി ജോലി ചെയ്യുന്നവരെ ആരോഗ്യവകുപ്പിലെ വിവിധ തലങ്ങളിൽ സ്ഥിര ജോലിക്കാരായി നിയമിക്കണമെന്ന് റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും ഇവർക്ക് നീതി നൽകുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ സമരജ്വാല നടത്തിയത്. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണം. പ്രതികൂല സാഹചര്യങ്ങളെ പോലും വകവയ്ക്കാതെ വളരെ സുദീർഘമായ സേവനം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കോട്ടകെട്ടിക്കാക്കുന്ന ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. ലഭിക്കുന്ന കൂലിയേക്കാൾ 10 മടങ്ങ് സേവനമാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ ആവശ്യങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയാതെ മുഖ്യമന്ത്രി നേരിട്ട് സമരക്കാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണം. സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിച്ച് അവരെ ആരോഗ്യ പ്രവർത്തകരായി അംഗീകരിക്കണം. ആശാ വർക്കർമാർക്ക് മിനിമം വേതനം വർദ്ധിപ്പിക്കുമ്പോൾ ധനപ്രതിസന്ധിയെക്കുറിച്ചാണ് സർക്കാർ പറയുന്നത്. എന്നാൽ മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ കോടികളാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയത്. അതുകൊണ്ട് തന്നെ പ്രശ്നം ധനപ്രതിസന്ധിയുടേതല്ല, സമീപനത്തിൻ്റെതാണ്. സംസ്ഥാന ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് INTUC-I ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുന്ന മനോഭാവം CITU അവസാനിപ്പിക്കണം. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വി ആൻ്റണി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MB സെബാസ്റ്റ്യൻ, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഡേവിസ് മണവാളൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൈബി പാപ്പച്ചൻ, ജോഷി പടയാടൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അലക്സ് ആൻഡ്രൂ, സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ബൈജു കോളാട്ടുകുടി, നേതാക്കളായ ജോയ് അറയ്ക്ക, ജോൺസൺ എലിഞ്ഞോളി, ഡേവിസ് ചൂരമന, ME സെബാസ്റ്റ്യൻ, K സോമശേഖരൻ പിള്ള, ബെന്നി വടക്കുംചേരി, ബാബു തിരുതനത്തിൽ, ബിൽസൺ മാടൻ, ബെന്നി ചക്യോത്ത് എന്നിവർ പ്രസംഗിച്ചു. 4000 രൂപയാണ്. അപ്പോൾ 7000 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കണം, 2000 രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം. കാര്യമാനയെ ചികിത്സിക്കേണ്ട എന്നല്ല പറയണേ, ചികിത്സിക്കേണ്ട സമയത്ത് ചികിത്സ കൊടുക്കണം. എന്ത് വിരോധാഭാസമാണ് ഇവർ ഈ പാർട്ടി വലുതാക്കിയത്? എങ്ങനെയാണ് ബക്കറ്റ് പിരിവ് കൊണ്ട് നടത്തിയത് പാർട്ടി വലുതാക്കിയത്? അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ എന്തിനാണ് ഇവർ മടിക്കുന്നത്? ഈ തൊഴിലാളികളുടെ നേതാക്കൾ എന്ന് അവകാശപ്പെടുന്ന അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന ഈ നേതാക്കൾ എന്തുകൊണ്ട് ഈ സാധാരണക്കാരായ ആശാ മാലാഖമാരെ പുറംതിരിഞ്ഞ് നോക്കുന്നത്? ഇവിടെ നേതാക്കളൊക്കെ ഇവിടുത്തെ സമരങ്ങളൊക്കെ എന്താണ്? വേതനം കൂട്ടിക്കൊടുക്കണം എന്നാണ്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഇപ്പോൾ അവർക്ക് കിട്ടുന്ന വേതനം 232 രൂപയാണ് ഒരു ദിവസം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനമാണ് ഈ രാജ്യത്ത് ഏറ്റവും ചെറുത് എന്നാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആശാ വർക്കർമാർക്ക് 232 രൂപയേ ഉള്ളൂ. ഈ 9000 രൂപയ്ക്ക് പകരം ഒരു 13000 രൂപയും അവർക്ക് ആകെ 13000 വന്ന് നിത്യോപകരണ സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അവർ കാശെടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ തുക കൊടുക്കാത്ത പഞ്ചായത്തുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ?
ഇവിടെ ഇന്ന് INTUCയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ എറണാകുളം കളക്ട്രേറ്റിൽ ഒരു സമരം നടത്തി. ഇവിടെ എല്ലാ ആശാമാരും സമരത്തിലാണ്, CIT മാത്രം സമരത്തിലില്ല. സെക്രട്ടേറിയറ്റിൽ പടിക്ക് ഒരു സമരം നടക്കുന്നുണ്ട്. സാധുക്കളായ ആശാ വർക്കർമാരാണ് ആ സമരം നടത്തുന്നത്. ബഹുമാനപ്പെട്ട UDFൻ്റെ നേതാക്കളൊക്കെ പോയോടി ആ സമരത്തിൻ്റെ ഗതികേട് മാറി. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു തോന്നൽ ആ ആശാമാർക്കുണ്ടായി. ആ ആശാമാർ പിറ്റേ UDFൻ്റെ നേതാക്കൾ ചെന്നതോടുകൂടി രാപ്പകൽ സമരം ആരംഭിച്ചു, രാത്രിയും പകലും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സേവന വ്യവസ്ഥയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആശാ വർക്കർമാർ ആദ്യം 450 രൂപയ്ക്കാണ് അവരെ ഈ ആശയായിട്ട് സന്നദ്ധ സേനയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, ആശയല്ല, 450 രൂപയ്ക്കാണ് അവരെ നിയമിച്ചത്. അതൊരു ഓണററിയം പോലെ അവരെ ചില നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തുക, ചെറിയ തുക കൂടി 2500 രൂപ വരെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ നൽകി. പിന്നീട് വരുന്ന ഓരോ സർക്കാരും സമരപരിപാടികളുമായി മുന്നോട്ട് പോയി 7000 രൂപയായി. ഈ 7000 രൂപ ആയി എന്നുള്ളത് സത്യം തന്നെ. ഈ 7000 രൂപയ്ക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് രാത്രിയും പകലും വെയിലത്തും മഴയത്തും എല്ലാം നടന്ന് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയാതെ, വീട്ടിലെ മാതാപിതാക്കളെ നോക്കാൻ കഴിയാതെ, ഭർത്താവിനെ നോക്കാൻ കഴിയാതെ, അവരുടേതായ കാര്യങ്ങൾ നോക്കാൻ കഴിയാതെ വിഷമിക്കുന്ന പണികൾ നൽകി 7000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, സാധാരണക്കാരായ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, സാധാരണക്കാരായ നമ്മളുടെ ഇവിടെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ എത്ര സമയം നാട്ടിൽ പണിയെടുക്കും? 8 മണിക്കൂർ, കൂടി വന്ന 9 മണിക്കൂർ. അതിനപ്പുറം അവരെ പണിയെടുക്കാനായിട്ട് കിട്ടുകയില്ല. പണിയെടുപ്പിക്കാമെന്ന് നമ്മളിട്ട് വിചാരിക്കുകയും വേണ്ട. അത് കഴിഞ്ഞാൽ അവർ പോവുകയാണെന്ന് പറഞ്ഞ് അവർ പോവും. അത് കഴിഞ്ഞാൽ സാധാരണ നാട്ടിൽ ഏതൊരു ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 8 മണിക്കൂർ, 9 മണിക്കൂർ, മാക്സിമം പോയാൽ 10 മണിക്കൂർ, അത്രയും ജോലി ചെയ്യാനേ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവരും പോകും. ആശാ വർക്കർമാരുടെ കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം, നമ്മളുടെ നാടിനെ, നമ്മളുടെ മനുഷ്യത്വത്തെയൊക്കെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു കൊറോണ എന്നുള്ളത്. ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഓരോരുത്തരും മറന്നു പോകാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ വീട്ടുപടിക്കലെത്തിയ ആശാ വർക്കർമാർ. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം, 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 ഐക്യദാർഢ്യം. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക. അവരെ ശമ്പളം 21,000 രൂപയാക്കി നിജപ്പെടുത്തുക. ആശാവർക്കർമാരുടെ ഭീഷണിപ്പെടുത്തുന്ന INTUC സിന്ദാബാദ്, INTUC സിന്ദാബാദ്. ഐക്യദാർഢ്യം, 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 ഐക്യദാർഢ്യം.